1984 ഒക്ടോബർ 3 കാനഡയിലെ ഒന്റാരിയോ പ്രോവിൻസിൽ നിന്നും 9 വയസ്സുള്ള ക്രിസ്റ്റീൻ ജസപ്പ് എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു. അമ്മയും സഹോദരനും പുറത്തുപോയ സമയത്ത് സ്വന്തം വീടിനകത്ത് വെച്ച് തന്നെയാണ് ക്രിസ്റ്റീനെ കാണാതായത്. ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 3 മാസങ്ങൾ നീണ്ടുനിന്നു. ഒടുവിൽ 1984 ഡിസംബർ 31 കാനഡയിലെ ജനങ്ങൾ മുഴുവൻ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ക്രിസ്റ്റീനിന്റെ കുടുംബത്തെ കാത്തിരുന്നത് നടുക്കുന്നൊരു വാർത്തയാണ്. എന്തായിരുന്നു ക്രിസ്റ്റീൻ ജസപ്പ് എന്ന ആ 9 വയസ്സുകാരിക്ക് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. നവംബർ 29 കാനഡയിലെ ഒന്റാരിയോ പ്രോവിൻസിലുള്ള ക്വീൻസ്വിൽ എന്ന ചെറിയ പട്ടണത്തിലാണ് ക്രിസ്റ്റീൻ ജനിച്ചത്. ജനസംഖ്യ 600-ൽ താഴെ മാത്രമുള്ള മനോഹരമായ സ്ഥലങ്ങളുള്ള ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരു പ്രദേശമാണ് ക്വീൻസ്വിൽ. അവിടെ അമ്മ ജാനറ്റിനും തന്നെക്കാൾ 5 വയസ്സ് കൂടുതലുള്ള സഹോദരൻ കെന്നത്തിനോടൊപ്പവുമാണ് ക്രിസ്റ്റീൻ വളർന്നു വന്നത്. വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിനോടൊപ്പം സൈക്കിളിൽ കറങ്ങാൻ പോകുന്നതും ബേസ്ബോൾ കളിക്കുന്നതുമെല്ലാമാണ് അവൾ കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയിരിക്കെ 1984 ഒക്ടോബർ 3 എന്നത്തെയും പോലെ സ്കൂളിലേക്ക് പോകുന്നതിനായി ക്രിസ്റ്റീൻ തയ്യാറായി. അന്ന് ക്രിസ്റ്റീന്റെ സഹോദരൻ കെന്നത്തിന് പല്ലുവേദനയായിരുന്നതിനാൽ അമ്മ ജാനറ്റ് അവനെയും കൊണ്ട് ടൊറന്റോയിലുള്ള ഡെന്റിസ്റ്റിനെ കാണാൻ പോവാൻ തീരുമാനിച്ചിരുന്നു. ഉച്ചയോടെയാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ക്രിസ്റ്റീൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അവർ തിരിച്ചെത്താനുള്ള സാധ്യതകൾ കുറവാണ്. അമ്മയും സഹോദരനും തിരിച്ചെത്തുന്നതുവരെ ക്രിസ്റ്റീൻ വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന് ചുരുക്കം. ക്രിസ്റ്റീൻ വീട്ടിൽ തനിച്ചാവുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അവളുടെ അച്ഛൻ റോബർട്ട് ഒരു കേസിൽപ്പെട്ട് ജയിലിലാണ്. ജാനറ്റ് ജോലിക്ക് പോയി വരാൻ വൈകുമ്പോഴും സഹോദരൻ പുറത്തു പോകുമ്പോഴുമെല്ലാം മുൻപ് പലതവണ ക്രിസ്റ്റീൻ വീട്ടിൽ തനിച്ചായിട്ടുണ്ട്. 600 പേർ മാത്രമുള്ള ചെറിയൊരു സിറ്റിയാണ് ക്യൂൻസ്വിൽ. എല്ലാ കുടുംബങ്ങൾക്കും പരസ്പരം നന്നായി അറിയാം. അതിനാൽ കുട്ടികൾ വീട്ടിൽ തനിച്ചാവുന്നതൊന്നും ആരുമത്ര കാര്യമാക്കിയെടുത്തിരുന്നില്ല. പാരന്റ്സ് വരുന്നതുവരെ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സുമായി അടുത്തുള്ള പാർക്കിൽ പോയി കളിക്കും. അതുമല്ലെങ്കിൽ നെയ്ബേഴ്സിന്റെ വീട്ടിൽ സമയം ചിലവഴിക്കും. അങ്ങനെയാണ് നടക്കാറുള്ളത്. അമ്മയും സഹോദരനും തിരിച്ചെത്തുന്നതുവരെ പാർക്കിൽ സമയം ചിലവഴിക്കാനായിരുന്നു ക്രിസ്റ്റീൻ എന്ന് തീരുമാനിച്ചത്. അതിന് പ്രകാരം സ്കൂളിലെത്തിയ ക്രിസ്റ്റീൻ അവളുടെ ഒരു സുഹൃത്തിനോട് ഈവനിംഗ് പാർക്കിൽ കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. ആ സുഹൃത്ത് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ മാറിയാണ് പാർക്കുള്ളത്. അതിനാൽ ഈവനിംഗ് സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ക്രിസ്റ്റീൻ ആ പാർക്കിന് മുന്നിലാണ് ഇറങ്ങിയത്. കുറച്ചു നേരം കഴിഞ്ഞ് അവളുടെ സുഹൃത്ത് ആ പാർക്കിലെത്തിയ സമയത്ത് അവിടെ എവിടെയും ക്രിസ്റ്റീനെ കണ്ടില്ല. ഒരുപക്ഷെ ക്രിസ്റ്റീൻ ബാഗ് വെക്കാനായി വീട്ടിൽ പോയി കാണുമെന്നും ഉടനെ തിരിച്ചു വരുമെന്നുമുള്ള പ്രതീക്ഷയിൽ സുഹൃത്ത് ആ പാർക്കിൽ തന്നെ കാത്തിരുന്നു. വളരെ നേരം കഴിഞ്ഞിട്ടും ക്രിസ്റ്റീൻ പാർക്കിലെത്താതായതോടെ അവളുടെ ഫ്രണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. വീട്ടിലെത്തിയ ആ പെൺകുട്ടി ക്രിസ്റ്റീന്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് 1-2 തവണ വിളിച്ചു നോക്കിയെങ്കിലും ആരും ഫോൺ എടുത്തില്ല. വൈകുന്നേരത്തോടെ ക്രിസ്റ്റീന്റെ അമ്മയും സഹോദരനും വീട്ടിൽ തിരിച്ചെത്തി. ആ സമയം ക്രിസ്റ്റീൻ വീട്ടിലുണ്ടായിരുന്നില്ല. അവളുടെ ബാഗ് റൂമിനുള്ളിൽ കണ്ടതോടെ ക്രിസ്റ്റീൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് പുറത്തു പോയിരിക്കുന്നത് എന്ന് ജാനറ്റിന് മനസ്സിലായി. മെയിൽ ബോക്സിലുള്ള കത്തുകളെല്ലാം ഹാളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ അവളുടെ സൈക്കിൾ വീടിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നത് ജാനറ്റിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ടാക്കി. സൈക്കിളിന്റെ സ്റ്റാൻഡ് കേടായിട്ടുമുണ്ട്. സൈക്കിൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ക്രിസ്റ്റീൻ അതിന് കേടുപാടുകളൊന്നും വരുത്താതെയാണ് ഇത്രകാലം സൂക്ഷിച്ചിരുന്നത്. അതുപോലെ കളിക്കാൻ പോകുന്ന സമയത്ത് ആ സൈക്കിളിലായിരിക്കും അവൾ പോവുക. ഇനി സൈക്കിൾ എടുക്കുന്നില്ലെങ്കിൽ അത് വീടിനകത്ത് നിന്നും പുറത്തു പോലും എടുക്കാറില്ല. ഇതിപ്പോൾ സൈക്കിൾ അലക്ഷ്യമായി വീടിന് പുറത്ത് നിർത്തിയിട്ട് പോയിരിക്കുന്നതാണ് ജാനറ്റിന് സംശയം തോന്നാൻ കാരണം. എന്നിരുന്നാലും അവർ ആദ്യമതത്ര കാര്യമാക്കിയെടുത്തില്ല. ക്രിസ്റ്റീൻ അടുത്തെവിടെയെങ്കിലും കളിക്കാൻ പോയതായിരിക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞ് നേരം ഇരുട്ടി തുടങ്ങിയിട്ടും ക്രിസ്റ്റീൻ തിരിച്ചെത്താതായതോടെ ജാനറ്റിന് ടെൻഷനാവാൻ തുടങ്ങി. അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ക്രിസ്റ്റീൻ സ്കൂളിലേക്ക് ധരിച്ചിട്ട് പോയ ജാക്കറ്റ് ഹാളിലെ ഒരു ഹുക്കിൽ തൂക്കിയിട്ടിട്ടുണ്ട്. സാധാരണ അവളത് റൂമിലെ വെക്കാറുള്ളൂ. കാരണം ആ ഹുക്ക് അവൾക്ക് എത്താത്തത്ര ഉയരത്തിലാണുള്ളത്. ഇതോടെ ആ വീടിനകത്തേക്ക് മറ്റാരോ വന്നിട്ടുണ്ട് എന്ന് ജാനറ്റ് ഭയപ്പെട്ടു. അവരുടനെ ക്രിസ്റ്റീന്റെ സുഹൃത്തുക്കളെ ഓരോരുത്തരെയായി വിളിച്ചു നോക്കി. അവിടെയൊന്നും അവൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ക്രിസ്റ്റീൻ പാർക്കിലേക്ക് കളിക്കാൻ വരാൻ പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടിലേക്കും ജാനറ്റ് വിളിച്ചു.
അപ്പോഴാണ് ക്രിസ്റ്റീൻ പാർക്കിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു എന്നും ഞാൻ വളരെ നേരം കാത്തുനിന്നിട്ടും അവൾ വന്നില്ല, കാര്യമന്വേഷിക്കാനായി വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോഴും ആരും ഫോൺ എടുത്തില്ല എന്നെല്ലാം ആ പെൺകുട്ടി പറഞ്ഞത്. സുഹൃത്തുക്കളാരും ക്രിസ്റ്റീനെ കണ്ടിട്ടില്ല എന്നറിഞ്ഞതോടെ ജാനറ്റിന്റെ ഭയം വർദ്ധിച്ചു. അവർ മകൻ കെന്നത്തിനെയും കൂട്ടി ക്യൂൻസ്വിൽ മുഴുവൻ ക്രിസ്റ്റീനെ തിരഞ്ഞു നടന്നു. അവൾ സ്ഥിരമായി പോവാറുള്ള പാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞിട്ടും ഒരു വിവരവും ലഭിച്ചില്ല. രാത്രി 7 മണിയോടെ ജാനറ്റ് പോലീസിൽ പരാതി കൊടുത്തു. ലോക്കൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കേസുകൾ പുതുമയുള്ളതായിരുന്നില്ല. ഒന്നുകിൽ കുട്ടികൾ ദൂരസ്ഥലങ്ങളിൽ കളിക്കാൻ പോയി തിരിച്ച് വീടെത്താൻ വൈകും, അതുമല്ലെങ്കിൽ പാരന്റ്സിനോട് വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവും. ആ സമയത്ത് ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ പോലീസ് കുട്ടികളെ എളുപ്പത്തിൽ കണ്ടെത്തി കൊടുത്തിരുന്നു. ഇതും അങ്ങനെയൊരു കേസായിരിക്കുമെന്നാണ് അവരാദ്യം കരുതിയത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റീന്റെ മിസ്സിങ്ങിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അന്നു വൈകുന്നേരം വീടിനും പാർക്കിനുമിടയിലുള്ള ഒരു സ്റ്റോറിൽ ക്രിസ്റ്റീൻ എത്തിയിരുന്നതായും അവിടെ നിന്നും കുറച്ച് ചൂയിങ്കം വാങ്ങിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ആ സ്റ്റോറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ക്രിസ്റ്റീനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഇതോടെ തിരച്ചിലിന് പോലീസ് നാട്ടുകാരുടെ സഹായം തേടി. നിരവധി ആളുകൾ തിരച്ചിലിൽ പങ്കെടുത്തു. എല്ലാവരും ചേർന്ന് ആ രാത്രി മുഴുവൻ തിരഞ്ഞിട്ടും ക്രിസ്റ്റീനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. അടുത്ത ദിവസം കൂടുതൽ പേർ തിരച്ചിലിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ക്രിസ്റ്റീനാണെന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടതായി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി ഫോൺ കോളുകളും വന്നു. എന്നാൽ അതൊന്നും ക്രിസ്റ്റീനായിരുന്നില്ല. ക്യൂൻസ്വിൽ എന്നത് ചെറിയൊരു പട്ടണമാണ് എന്നുള്ളതുകൊണ്ടും അവിടെയുള്ള ആളുകൾക്കെല്ലാം പരസ്പരം നന്നായി അറിയാമെന്നുള്ളതുകൊണ്ടും ക്രിസ്റ്റീൻ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവളെ ആരെങ്കിലും കാണേണ്ടതാണ്. അതിനാൽ വീട്ടിൽ നിന്നുമായിരിക്കണം അവൾ കടത്തപ്പെട്ടത്. ഇതോടെയാണ് പോലീസ് ക്രിസ്റ്റീന്റെ വീടും ബെഡ്റൂമുമെല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചത്. വീട്ടിൽ പരിശോധന നടത്താൻ കാലതാമസം വരുത്തിയത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയായിരുന്നു. കാരണം അതിനോടകം ആ വീട്ടിലേക്ക് അയൽക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ കയറി ചെന്നിരുന്നു. ഒരുപക്ഷെ ക്രിസ്റ്റീൻ കടത്തപ്പെട്ടതാണെങ്കിൽ കിഡ്നാപ്പറിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉൾപ്പെടെയുള്ള തെളിവുകൾ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള അവസരമാണ് പോലീസ് പാഴാക്കിയത്. ഇതേ സമയം വഞ്ചനാക്കുറ്റത്തിന് ജയിലിലായിരുന്ന ക്രിസ്റ്റീന്റെ അച്ഛൻ റോബർട്ട് ജയിൽ മോചിതനായി. അദ്ദേഹവും മകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനിറങ്ങി. ആഴ്ചകളോളം തിരച്ചിൽ തുടർന്നിട്ടും ക്രിസ്റ്റീന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു സൂചന പോലും അവർക്ക് ലഭിച്ചില്ല. 3 മാസങ്ങൾ കടന്നുപോയി. 1984 ഡിസംബർ 31 കാനഡ മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ക്രിസ്റ്റീന്റെ കുടുംബത്തെ കാത്തിരുന്നത് നടുക്കുന്നൊരു വാർത്തയാണ്. ക്യൂൻസ്വില്ലിൽ നിന്നും 50 കിലോമീറ്റർ മാറിയുള്ള സണ്ടർലാൻഡ് എന്ന പ്രദേശത്തെ വനത്തിനകത്തുകൂടി ഒരാൾ അയാളുടെ നായയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടത്. ഒരു ചെറിയ കുട്ടിയുടേതാണെന്ന് തോന്നിക്കുന്ന ഡെഡ് ബോഡി ജീർണിച്ച അവസ്ഥയിൽ ആ വനത്തിനകത്ത് കിടക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ പോലീസുകാർക്ക് ആ ഡെഡ് ബോഡി ആരുടേതാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം ഡെഡ് ബോഡിക്കരികിൽ നിന്നും ഒരു ടേപ്പ് റെക്കോർഡർ ലഭിച്ചു. അതിൽ ക്രിസ്റ്റീൻ ജസപ്പ് എന്ന പേരെഴുതിയ ഒരു ലേബൽ ഉണ്ടായിരുന്നു. ക്രിസ്റ്റീനെ കാണാതായ ദിവസം അവൾക്ക് സ്കൂളിൽ നിന്നും കൊടുത്ത ടേപ്പ് റെക്കോർഡർ ആയിരുന്നു അത്. അതുകൊണ്ട് മാത്രമാണ് 3 മാസം പഴക്കമുള്ള ആ ഡെഡ് ബോഡി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഡെഡ് ബോഡിക്ക് അരികിലായി ഒരു പാന്റും ഒരു അണ്ടർവെയറും കിടക്കുന്നുണ്ട്. അത് ക്രിസ്റ്റീന്റെ വസ്ത്രങ്ങൾ തന്നെയാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടു. അതുവരെ ഒരു മിസ്സിംഗ് കേസ് മാത്രമായിരുന്ന ക്രിസ്റ്റീൻ ജസപ്പിന്റെ കേസ് ഡെഡ് ബോഡി ലഭിച്ചതോടെ മർഡർ കേസായി മാറി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതോടെ നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്നും ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കപ്പെട്ടു. ക്രിസ്റ്റീന്റെ അണ്ടർവെയറിൽ നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്തി. എന്നാൽ അന്ന് DNA ടെസ്റ്റുകളൊന്നും നടത്താൻ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ അതുവെച്ച് കില്ലറിന്റെ ഐഡന്റിറ്റി അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ദേഹത്ത് കത്തികൊണ്ടേറ്റ മാരകമായ മുറിവുകളാണ് അവളുടെ മരണകാരണമായിരിക്കുന്നത്. മറ്റേതോ സ്ഥലത്ത് വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം കില്ലർ ഡെഡ് ബോഡി വനത്തിനകത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ക്യൂൻസ്വില്ലിൽ തന്നെ ധാരാളം വനപ്രദേശങ്ങൾ ഉണ്ടായിട്ടും കില്ലർ ഡെഡ് ബോഡിയുമായി 50 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിൽ നിന്നും സണ്ടർലാൻഡുമായി അയാൾക്കെന്തോ ബന്ധമുണ്ട് എന്ന് പോലീസ് ഊഹിക്കുന്നു. എന്നാൽ കില്ലർ ക്യൂൻസ്വിൽ നിവാസിയായിരിക്കുമെന്നും ക്രിസ്റ്റീന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയായിരിക്കുമെന്നുമുള്ളതിൽ പോലീസുകാർക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ലക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്രിസ്റ്റീൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കില്ലറിന്റെ കൂടെ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീം നിരവധി തവണ ക്രിസ്റ്റീന്റെ പാരന്റ്സിനോട് ചോദിച്ചുവെങ്കിലും സംശയിക്കുന്ന ഒരാളുടെ പേര് പോലും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല.
ഇതോടെ അയൽവാസികളെയും നാട്ടുകാരെയും ഉൾപ്പെടെ പലരെയും പോലീസ് ചോദ്യം ചെയ്തു. ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളവരും അതിലുൾപ്പെട്ടു. എന്നിട്ടും സംശയിക്കത്തക്കതായി ആരെയും കണ്ടെത്താനായില്ല. 1.5 മാസം വീണ്ടും കടന്നുപോയി. ഫെബ്രുവരി 14 ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളിൽ ചിലർ ഒരിക്കൽ കൂടി ക്രിസ്റ്റീന്റെ വീട്ടിലെത്തി. സംശയിക്കുന്ന ആരെയെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുമോ എന്നവർ പാരന്റ്സിനോട് ചോദിച്ചു. പെട്ടെന്നാണ് ക്രിസ്റ്റീന്റെ അമ്മ ഒരു ഫാമിലിയെക്കുറിച്ച് പറഞ്ഞത്. മോറിൻസ് ഫാമിലി. ക്യൂൻസ്വിൽ നിവാസികൾ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും മാത്രമായിരുന്നു മോറിൻസ് ഫാമിലിയുടെ ഹെഡായിരുന്ന വ്യക്തിയെ കണ്ടിരുന്നത്. ഒരു ബിസിനസ്സുകാരൻ കൂടിയായ അദ്ദേഹം പലപ്പോഴും നാട്ടുകാരിൽ പലരെയും സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിന് 6 മക്കളാണുള്ളത്. അവരാണ് ബിസിനസ്സിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. അതിലൊരു മകനെ തനിക്ക് സംശയമുണ്ട് എന്നാണ് ജാനറ്റ് ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞത്. 25 വയസ്സുള്ള അവന്റെ പേരായിരുന്നു ഗൈ പോൾ മോറിൻ. ഏറെക്കുറെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മാസങ്ങളോളം ക്രിസ്റ്റീനു വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുത്തിട്ടും പോൾ മോറിൻ മാത്രം പങ്കെടുത്തിരുന്നില്ല. മോറിൻസ് ഫാമിലിയിലെ മറ്റംഗങ്ങളെല്ലാം തിരച്ചിലിന്റെ ഭാഗമായിരുന്നു. തിരച്ചിലിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ ഡെഡ് ബോഡി ലഭിച്ചു കഴിഞ്ഞ് നടന്ന മരണാനന്തര ചടങ്ങിൽ പോലും പോൾ മോറിൻ പങ്കെടുത്തിട്ടില്ല. ഇതോടെയാണ് ജാനറ്റിന് അവനെ സംശയം തോന്നി തുടങ്ങിയത്. അയൽവാസിയായിരുന്നിട്ടും ആ പെൺകുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നറിഞ്ഞതോടെ പോലീസുകാർക്കും അയാളെ സംശയമായി. എത്രയും പെട്ടെന്ന് പോൾ മോറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അതിനു മുന്നായി അവനെക്കുറിച്ച് പോലീസുകാർ ഒരു അന്വേഷണം നടത്തി. യാതൊരു ക്രിമിനൽ ഹിസ്റ്ററിയുമില്ല. നാട്ടിലെ ഒരു റെസ്പെക്റ്റഡ് ഫാമിലിയിലെ അംഗം, ഒരു ഗേൾഫ്രണ്ടും വളരെ കുറച്ച് സുഹൃത്തുക്കളും മാത്രമുള്ള പൊതുവെ ശാന്ത സ്വഭാവമുള്ളൊരു വ്യക്തി. വളരെ ആക്റ്റീവായി പെരുമാറുന്ന മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു പോൾ മോറിൻ. മിക്ക സമയങ്ങളിലും ക്ലാരിനെറ്റ് എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതിലായിരുന്നു അവൻ സന്തോഷം കണ്ടെത്തിയിരുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ പോലീസുകാരുടെ ശ്രദ്ധയാകർഷിച്ചു. കാരണം ക്രിസ്റ്റീൻ മിസ്സിംഗ് ആവുന്ന സമയത്ത് അവളുടെ കയ്യിലൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പോൾ മോറിൻ ക്ലാരിനെറ്റ് വായിച്ചുകൊണ്ട് ക്രിസ്റ്റീന്റെ ശ്രദ്ധയാകർഷിച്ചിരിക്കാം. അത് റെക്കോർഡ് ചെയ്യാനായിരിക്കാം അവൾ ടേപ്പ് റെക്കോർഡർ എടുത്തുകൊണ്ടുവന്നത്. ഈ അവസരം മുതലാക്കിയപ്പോൾ അവളെ കടത്തിക്കൊണ്ടുപോവുകയും ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം കൊലപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം അവൻ ക്രിസ്റ്റീനു വേണ്ടിയുള്ള തിരച്ചിലിലോ മരണാനന്തര ചടങ്ങിലോ ഒന്നും പങ്കെടുക്കാതിരുന്നത്. ഇതോടെ മോറിൻസ് ഫാമിലിയുടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം പോൾ മോറിനെ വിശദമായി ചോദ്യം ചെയ്തു. ക്രിസ്റ്റീനുമായുള്ള അടുപ്പത്തെക്കുറിച്ചാണ് അവരാദ്യം ചോദിച്ചത്. അയൽവാസിയാണെങ്കിലും താൻ ഇന്നവരെ ഒരു തവണ മാത്രമേ ക്രിസ്റ്റീനുമായി സംസാരിച്ചിട്ടുള്ളൂ. അതും അവളുടെ നായ തന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് അതിനെ പിടിച്ചു കൊടുക്കുമ്പോഴാണ് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടായത് എന്നാണ് പോൾ മോറിൻ പറഞ്ഞത്. ക്രിസ്റ്റീനെ കാണാതായ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് 30 മൈലിനപ്പുറത്തുള്ള ജോലി സ്ഥലത്തായിരുന്നു എന്നാണ് പോൾ മറുപടി പറഞ്ഞത്. ഈവനിംഗ് 3:30 ശേഷം ജോലി സ്ഥലത്തു നിന്നും ഇറങ്ങിയെന്നും വരുന്ന വഴി ഒരു ഗ്യാസ് സ്റ്റേഷനിലും അതിനോട് ചേർന്നുള്ള സ്റ്റോറിലും കയറിയതിനു ശേഷം 5 മണിയോടെയാണ് വീട്ടിലെത്തിയത് എന്നുകൂടി അയാൾ പറഞ്ഞു. പോൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് പോലീസ് പരിശോധിച്ചു. ഒക്ടോബർ 3 ഈവനിംഗ് 3:32 പോൾ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിന്നും ഇറങ്ങിയിട്ടുള്ളത്. അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ക്രിസ്റ്റീന്റെ അമ്മയും സഹോദരനും വീട്ടിലെത്തുന്നതിന് മുൻപ് അവനവിടെ എത്താൻ കഴിയുമായിരുന്നില്ല. ഇതിനിടയിൽ പോൾ ഒരു ഗ്യാസ് സ്റ്റേഷനിലും സ്റ്റോറിലും കയറിയിട്ടുണ്ട്. 5 മണിയോടെ വീട്ടിലെത്തിയപ്പോൾ വന്നയുടനെ ക്ഷീണം കാരണം ഉറങ്ങാൻ പോയി എന്നാണ് അവന്റെ പാരന്റ്സും പറഞ്ഞത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പോളിന് ക്രിസ്റ്റീനെ തട്ടിക്കൊണ്ടുപോവാൻ മതിയായ സമയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ പാരന്റ്സ് അവനെ രക്ഷപ്പെടുത്താൻ വീട്ടിലെത്തിയ സമയം മാറ്റിപ്പറഞ്ഞതാണെങ്കിലോ എന്നുള്ള രീതിയിലും പോലീസ് ചിന്തിക്കുന്നു. ഇതോടെ പോളിന്റെ കാറ് പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ കാറിന്റെ ട്രങ്കിൽ നിന്നും കുറച്ച് നൂലുകൾ ലഭിച്ചു. വിദഗ്ധ പരിശോധനയിൽ ആ നൂലുകൾ കാണാതാവുമ്പോൾ ക്രിസ്റ്റീൻ ധരിച്ചിരുന്ന സ്വെറ്ററിന്റെയാണെന്ന് സ്ഥിരീകരിച്ചു. അതുപോലെ ക്രിസ്റ്റീന്റെ ദേഹത്തു നിന്നും ലഭിച്ച ഹെയർ സാമ്പിൾസ് പോളിന്റെയാണെന്നും പോലീസുകാർ പറയുന്നു. ആ സമയത്ത് DNA ടെസ്റ്റുകളൊന്നുമില്ലാത്തതിനാൽ ലഭിച്ച മുടികളുടെ നിറവും മറ്റ് സാമ്യതകളും മൈക്രോസ്കോപ്പിക് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മാച്ച് ചെയ്ത് നോക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിച്ച മുടികൾ പോളിന്റെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഒടുവിൽ ഈ കേസിൽ ലഭിച്ച ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് കില്ലറിന്റെ ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ നിർമ്മിക്കാൻ പോലീസ് അമേരിക്കൻ പോലീസിന്റെ സഹായം തേടി. FBI-യിലെ പ്രഗത്ഭനായിരുന്ന ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈലറാണ് കില്ലറിന്റെ പ്രൊഫൈൽ തയ്യാറാക്കിയത്. ക്വീൻസ്വിൽ നിവാസിയായ കില്ലർ 19-നും 26-നും ഇടയിൽ പ്രായമുള്ള വ്യക്തിയായിരിക്കും. മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അയാൾ ഒരു ലൈംഗിക കുറ്റവാളിയായിരിക്കും എന്ന് തുടങ്ങി
കില്ലറിനെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് FBI പ്രൊഫൈലർ കില്ലറിന്റെ സൈക്കോളജിക്കൽ പ്രൊഫൈൽ തയ്യാറാക്കി കനേഡിയൻ പോലീസിന് കൈമാറിയത്. അതിലെ 50% കാര്യങ്ങൾ പോലും പോൾ മോറിന്റെ പ്രൊഫൈലുമായി മാച്ചല്ല. ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയാവാത്ത പോൾ മോറൻ സ്വഭാവ ദൂഷ്യമുള്ള പയ്യനാണെന്ന് പറഞ്ഞ് ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല. ആർക്കും അവനിൽ നിന്നും അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുമില്ല. എന്നാൽ കില്ലർ പോൾ മോറിൻ തന്നെയാണെന്നതിൽ ടൊറന്റോ പോലീസ് ഉറച്ചുനിന്നു. അതിനാൽ FBI പ്രൊഫൈലർ തയ്യാറാക്കിയ പ്രൊഫൈലിൽ പോൾ മോറിന്റെ സ്വഭാവവുമായി മാച്ച് ആവുന്ന പോയിന്റ്സിൽ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏപ്രിൽ 22-ന് പോൾ മോറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല എന്നും പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതൊന്നും ചെവി കൊടുക്കാതിരുന്ന പോലീസ് പോളിനെതിരായുള്ള തെളിവുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി. തെളിവുകൾ സൃഷ്ടിക്കുന്നതിൽ പോലീസ് നേരിട്ട പ്രധാന വെല്ലുവിളി ക്രിസ്റ്റീന്റെ അമ്മയും സഹോദരനും വീട്ടിലെത്തിയ സമയമായിരുന്നു. കൃത്യം 4:10 താൻ വീട്ടിലെത്തിയെന്നാണ് ജാനറ്റ് ആദ്യം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. വീടെത്തിയ ഉടനെ ഞാൻ കിച്ചണിലേക്കാണ് പോയത് എന്നും അവിടെയുള്ള വാച്ചിൽ 4:10 എന്ന സമയം ഞാൻ കണ്ടിരുന്നു എന്നുമാണ് ജാനറ്റിന്റെ മൊഴിയിൽ പറയുന്നത്. എന്നാൽ ഈ മൊഴിയുമായി മുന്നോട്ട് പോയാൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. കാരണം 3:32-ന് ഓഫീസിൽ നിന്നുമിറങ്ങിയ പോൾ മോറിന് ഒരിക്കലും 4:10 മുൻപായി ക്രിസ്റ്റീന്റെ വീട്ടിലെത്തി അവളെ തട്ടിക്കൊണ്ടുപോവാൻ കഴിയില്ല. അതിനാൽ ഒരു 15-20 മിനിറ്റെങ്കിലും കഴിഞ്ഞ്, അതായത് 4:25-ന് ശേഷം മാത്രമേ ക്രിസ്റ്റീന്റെ അമ്മയും സഹോദരനും വീട്ടിലെത്തിയിരിക്കാൻ പാടുകയുള്ളൂ. ഇതോടെ പോലീസുകാർ വീണ്ടും ജാനറ്റിനോട് സമയത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടു. കില്ലർ പോൾ മോറിനാണെന്ന് ഉറപ്പാണെന്നും സമയത്തിന്റെ കാര്യം മാത്രമാണ് അവൻ അനുകൂലമായി നിൽക്കുന്നത് എന്നുകൂടി പറഞ്ഞതോടെ ജാനറ്റ് മൊഴി മാറ്റി. താൻ വീട്ടിലെത്തിയ സമയം കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നും 4:30 കഴിഞ്ഞു കാണുമെന്നുമായിരുന്നു അവരുടെ പുതിയ മൊഴി. ഈ മൊഴി വിചാരണവേളയിൽ പ്രോസിക്യൂഷനെ സഹായിച്ചു. പോൾ അധികമാരോടും സംസാരിക്കാത്ത, ഏകാന്തത കൂടുതലായി ഇഷ്ടപ്പെടുന്ന, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിചിത്ര സ്വഭാവത്തിനുടമയാണെന്നും അവൻ ചെയ്ത കുറ്റകൃത്യം മറച്ചുവെക്കാനായി അവൻ വീട്ടിലെത്തിയ സമയം പാരന്റ്സ് മാറ്റി പറഞ്ഞതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പോളിന്റെ വിചിത്രമായ സ്വഭാവ രീതികൾ നാട്ടുകാരിലും സംശയമുണ്ടാക്കിയിരുന്നു. വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന പോൾ മോറിനിൽ നിന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ഒരു അണ്ടർ കവർ ഓഫീസറിനെ പോളിന്റെ സെല്ലിൽ പാർപ്പിച്ചിരുന്നു. അദ്ദേഹവും കോടതിയിലൊരു നിർണായക മൊഴി നൽകി. അതായത് ക്രിസ്റ്റീന്റെ മരണകാരണം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പോൾ തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനോടകം ക്രിസ്റ്റീന്റെ മരണകാരണവും മറ്റുമെല്ലാം പത്രങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞതാണ്. അതിനാൽ ആ വെളിപ്പെടുത്തലിൽ കാര്യമില്ല എന്ന് ഡിഫൻസ് വാദിച്ചു. അതുകൂടാതെ ദ ഷൈനിങ് എന്ന സിനിമയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പോൾ സെല്ലിൽ വെച്ച് ആ ഓഫീസറിനോട് പറഞ്ഞിരുന്നു. ഉടനീളെ അബ്യൂസീവ് സീനുകളും വയലൻസും നിറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് ദ ഷൈനിങ്. അണ്ടർ കവർ ഓഫീസറിന്റെ ഈ മൊഴികളെല്ലാം വിചാരണ വേളയിൽ പോളിനെതിരായെങ്കിലും പോൾ നിരപരാധിയാണെന്നും പോലീസ് നിരത്തിയ തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞ് ഡിഫൻസ് ടീം നിരവധി പോയിന്റുകൾ മുന്നോട്ട് വെച്ചു. ഇതോടെ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ വെച്ച് പോൾ ആണ് കൊലപാതകം നടത്തിയത് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കോടതി പോൾ മോറിനെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിറക്കി. ഈ വിധി അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്ന പ്രോസിക്യൂഷൻ വിധിക്കെതിരെ അപ്പീൽ പോവാൻ തീരുമാനിച്ചു. കോടതി വിധി ക്രിസ്റ്റീന്റെ കുടുംബത്തെയും ഞെട്ടിച്ചു. ക്യൂൻസ്വിൽ നിവാസികൾ ഉൾപ്പെടെ വിധിക്കെതിരായിരുന്നു. പലരും പോൾ മോറിൻ തന്നെയാണ് കില്ലർ എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോൾ മോറിൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പോൾ ജയിൽ മോചിതനായി തിരിച്ചെത്തിയതിനു ശേഷം മോറിൻസ് ഫാമിലിയുടെ വീട്ടിലേക്ക് തുടർച്ചയായി ഭീഷണിക്കത്തുകൾ വരാൻ തുടങ്ങി. നിരവധി തവണ വീടിന് നേരെ കല്ലേറുണ്ടായി. അതേസമയം പ്രോസിക്യൂഷൻ ടീം കേസിൽ അപ്പീൽ പോകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം നടന്ന് 7 വർഷങ്ങൾക്ക് ശേഷമാണ് പുനർവിചാരണയ്ക്ക് അനുമതി ലഭിച്ചത്. 1991 കേസിൽ സെക്കൻഡ് ട്രയൽ ആരംഭിച്ചു. പോൾ മോറിൻ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ പോലീസ് പല കളികളും കളിച്ചതിനു ശേഷമാണ് പുനർവിചാരണയ്ക്ക് എത്തിയിരിക്കുന്നത് എന്ന് വിചാരണയുടെ തുടക്കത്തിൽ തന്നെ ഡിഫൻസ് ടീമിന് മനസ്സിലായിരുന്നു. കാരണം പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പല തെളിവുകളും അതിനോടകം നഷ്ടപ്പെട്ടിരുന്നു. വിക്ടിമിന്റെ ദേഹത്തു നിന്നും ലഭിച്ച പോളിന്റേതാണെന്ന് കരുതുന്ന മുടികൾ, ഡെഡ് ബോഡിക്ക് അരികിൽ നിന്നും ലഭിച്ച സിഗരറ്റ് കുറ്റി പോലുള്ള ചില വസ്തുക്കൾ, അങ്ങനെ പലതും നഷ്ടപ്പെട്ടു. ഈ സിഗരറ്റ് കുറ്റിയുടെ കാര്യം പ്രോസിക്യൂഷൻ ആദ്യ വിചാരണ വേളയിലും കോടതിയെ ധരിപ്പിച്ചിരുന്നില്ല. പോളിന് സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ കാരണം. ക്ലാരിനെറ്റ് വായിച്ച് പോൾ മോറിൻ ക്രിസ്റ്റീന്റെ ശ്രദ്ധയാകർഷിച്ചു. അത് കേട്ട് ടേപ്പ് റെക്കോർഡറുമായി ക്രിസ്റ്റീൻ പോളിന്റെ കാറിനരികിലെത്തി. ഉടനെ ക്രിസ്റ്റീനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ഡെഡ് ബോഡി വനത്തിനകത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തു.
ഇങ്ങനെയൊരു തിയറിയാണ് സെക്കൻഡ് ട്രയലിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. വളരെ വിചിത്രമായൊരു തിയറി. ഇത് വളരെ ദുർബലമായൊരു തിയറി ആയിരുന്നിട്ടും മതിയായ തെളിവുകളില്ലാതിരുന്നിട്ടും പോൾ മോറിൻ കുറ്റക്കാരനാണെന്ന് മേൽക്കോടതി കണ്ടെത്തി എന്നുള്ളതാണ് അതിനേക്കാൾ വിചിത്രം. 1992 കോടതി പോളിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ഇത്തവണ പൊതുജനവികാരം പോലീസിനും കോടതിക്കും എതിരായിരുന്നു. കേസ് അന്വേഷണത്തിലെ പൊരുത്തക്കേടുകൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. കനേഡിയൻ മാധ്യമങ്ങൾ കൂടി ഈ കേസ് ഏറ്റെടുത്തതോടെ കഥ മൊത്തം മാറി. കനേഡിയൻ പോലീസിന്റെ കഴിവില്ലായ്മയുടെ ഇരയാണ് പോൾ മോറിൻ എന്ന രീതിയിൽ തുടർച്ചയായി വാർത്തകൾ വന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചകൾ അവർ അക്കമിട്ട് നിരത്തി. കോടതി വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് തെരുവുകളിൽ ആളുകൾ ഒത്തുകൂടി. സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണെന്നറിഞ്ഞ ഡിഫൻസ് ടീം ന്യൂ ട്രയലിനായി അപ്പീൽ നൽകി. ന്യൂ ട്രയൽ ആരംഭിച്ചതോടെ പോൾ മോറിന് ജാമ്യം ലഭിക്കുമെന്ന സ്ഥിതിയായി. എന്നാൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് അപൂർവമായൊരു കാഴ്ചയാണ്. മോറിൻസ് ഫാമിലിക്ക് ആ ജാമ്യം നേടിയെടുക്കാനായി വലിയ വില തന്നെ നൽകേണ്ടി വന്നു. ജാമ്യത്തിന് $5 ലക്ഷം കെട്ടിവെക്കേണ്ടത്. താമസിച്ചിരുന്ന വീട് ഉൾപ്പെടെ പണയപ്പെടുത്തിയാണ് അവർ ആ തുക സംഘടിപ്പിച്ചത്. കാരണം അതിനോടകം കേസ് നടത്താൻ ഒത്തിരി തുക ചിലവാക്കിയിരുന്നു. വിക്ടിമിന്റെ അണ്ടർവെയർ DNA ടെസ്റ്റിന് അയക്കണമെന്നതായിരുന്നു വിചാരണവേളയിൽ ഡിഫൻസ് ഉന്നയിച്ച പ്രധാന ആവശ്യം. കാരണം അതിൽ കില്ലറിന്റെ സീമനുണ്ട്. 90കളുടെ തുടക്കത്തിൽ ഫോറൻസിക് സയൻസിലുണ്ടായ പുരോഗതി, അതിൽ തന്നെ DNA ടെസ്റ്റുകളുടെ തുടക്കമാണ് ഈ കേസിൽ ഒരു പ്രധാന റോൾ വഹിച്ചത്. DNA ടെസ്റ്റ് നടന്നതോടെ വിക്ടിമിന്റെ അണ്ടർവെയറിൽ നിന്ന് ലഭിച്ച കില്ലറിന്റെ DNAയും പോൾ മോറിന്റെ DNAയും തമ്മിൽ മാച്ച് ആയില്ല. ഇതോടെ കില്ലർ പോൾ അല്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഈ വെളിപ്പെടുത്തൽ കാനഡയിലുടനീളം പോലീസിനെതിരെ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പോലീസ് അനാസ്ഥ കാരണം പലപ്പോഴായി 1.5 വർഷത്തോളമാണ് പോൾ ജയിലിൽ കിടന്നത്. കുടുംബം നേരിട്ട അപമാനം വേറെയും. 1995 പോളിന് മേൽ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറങ്ങി. പോളിന് $1.2 മില്യൺ നഷ്ടപരിഹാരവും ലഭിച്ചു. കൂടാതെ ക്രിസ്റ്റീന്റെ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പലർക്കെതിരെയും കേസെടുത്തു. ചിലരുടെ ജോലി വരെ നഷ്ടപ്പെട്ടു. കൃത്യമായൊരു അന്വേഷണം നടത്താതെ നിരപരാധിയായ ഒരാളെ പ്രതിയാക്കാൻ ശ്രമിച്ചതിനായിരുന്നു നടപടി. ഈ കേസ് കാനഡയിലെ നിയമവ്യവസ്ഥയിൽ തന്നെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ കാരണമായി. ഭാവിയിൽ ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മാറ്റങ്ങളാണ് വന്നത്. ഒപ്പം ക്രിസ്റ്റീൻ ജോസഫ് മർഡർ കേസ് അന്വേഷിക്കുന്നതിനായി പുതിയൊരു ടീമിനെയും ചുമതലപ്പെടുത്തി. ഇതോടെയാണ് ഈ കേസിൽ യഥാർത്ഥ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത്. അപ്പോഴേക്കും കൊലപാതകം നടന്ന് 10 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. നിലവിൽ കില്ലറിന്റെ DNA പോലീസിന്റെ കൈവശമുണ്ട്. അതിനാൽ ക്രിസ്റ്റീന്റെ കുടുംബവുമായി അടുപ്പമുള്ളവർ, അയൽവാസികൾ എന്നു തുടങ്ങി ഈ കൊലപാതകം നടത്താൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് അവരുടെയെല്ലാം DNA സാമ്പിൾ പരിശോധനകൾക്കായി ശേഖരിച്ചു. 100-ൽ കൂടുതൽ ആളുകളുടെ DNA ടെസ്റ്റ് നടത്തിയെങ്കിലും ഒരാളുടെ DNA പോലും മാച്ച് ആയില്ല. പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി. പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കേസ് അന്വേഷിക്കുന്നതിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നിരുന്നു. കാരണം പഴയ ഇൻവെസ്റ്റിഗേഷൻ ടീം എങ്ങനെയെങ്കിലും പോളിനെ കേസിൽ പ്രതിയാക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. അതിനാൽ തന്നെ മറ്റൊരു സസ്പെക്റ്റിനെ കേസിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പോലും അവർ ചിന്തിച്ചിരുന്നില്ല. പ്രോപ്പറായ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പുതിയ ടീം കേസ് ഏറ്റെടുക്കുന്നത്. സ്വാഭാവികമായും കേസിലൊരു തുമ്പുണ്ടാക്കാൻ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും കഴിഞ്ഞില്ല. പതിറ്റാണ്ടുകൾ വീണ്ടും കടന്നുപോയി. കൊലപാതകം നടന്ന് 35 വർഷങ്ങൾക്ക് ശേഷം 2019 ഈ കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടു. ഇത്തവണ കോൾഡ് കേസുകൾ അന്വേഷിക്കുന്ന പുതിയൊരു ഡിറ്റക്റ്റീവിനായിരുന്നു അന്വേഷണ ചുമതല. കില്ലറിന്റെ DNA കൈവശമുള്ളതുകൊണ്ട് തന്നെ ജനറ്റിക് ജീനിയോളജി എന്ന ആധുനികമായ വഴിയിലൂടെ കില്ലറിലേക്ക് എത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴും അതിന് തടസ്സമായി നിന്നത് സങ്കീർണവും നൂതനവുമായ ഇത്തരം ജോലികൾ ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു ലാബ് കാനഡയിലില്ല എന്നുള്ളതായിരുന്നു. അമേരിക്കയിലെ പ്രൈവറ്റ് ലാബുകളാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ DNA സാമ്പിളുമായി അമേരിക്കയിലെ ലാബിലെത്തിയാലും വലിയ രീതിയിലൊരു ഫണ്ടിംഗ് അതിനാവശ്യമാണ്. ഒടുവിൽ കനേഡിയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫണ്ട് ലഭിക്കുകയും കില്ലറിന്റെ DNA ജനറ്റിക് ജീനിയോളജി ടെസ്റ്റുകൾ നടത്തുന്ന അമേരിക്കയിലെ പ്രശസ്തമായൊരു പ്രൈവറ്റ് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. പബ്ലിക് DNA ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് കില്ലറിന്റെ ഫാമിലി ട്രീ ഉണ്ടാക്കാനുള്ള നടപടികൾക്ക് ഇതോടെ തുടക്കം കുറിച്ചു. കില്ലറിന്റെ DNA വെച്ച് ഫാമിലി ട്രീ ഉണ്ടാക്കിയെടുക്കാൻ 8 മാസത്തോളമാണ് ജീനിയോളജിസ്റ്റുകൾ സമയം ചിലവാക്കിയത്. ഒടുവിൽ 1804 ജനിച്ച ഒരു വ്യക്തിയിലേക്ക് അവർ എത്തിച്ചേർന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികളെ ഓരോരുത്തരെയായി കണ്ണിച്ചേർത്തു. 100-ൽ കൂടുതൽ പിൻഗാമികളുടെ DNAകൾ സൂക്ഷ്മമായി അനലൈസ് ചെയ്ത ജീനിയോളജിസ്റ്റുകൾ ഒടുവിൽ ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നു, കാൽവിൻ ഹൂവർ. കാൽവിൻ ഹൂവർ എന്ന വ്യക്തിയുടെ DNA ആണ് കില്ലറിന്റെ DNAയുമായി 100% മാച്ചായത്.
ഈ പേര് കേട്ടതോടെ ക്രിസ്റ്റീന്റെ കുടുംബം ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചുപോയി. കാരണം ക്രിസ്റ്റീന്റെ പാരന്റ്സിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ കാൽവിൻ ഹൂവർ. അന്ന് അയാൾക്ക് 28 വയസ്സായിരുന്നു പ്രായം. ഭാര്യയും കുട്ടികളുമായി ക്യൂൻസ്വില്ലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇതോടെ എന്തായിരിക്കും നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ക്രിസ്റ്റീന്റെ അമ്മ ജാനറ്റിന് വ്യക്തത വന്നു. കൊലപാതകം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് ജാനറ്റ് കാൽവിൻ ഹൂവറിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഹൂവറിന്റെ ഭാര്യയോട് ജാനറ്റ് സംസാരിക്കുന്നതിനിടയ്ക്ക് നാളെ മകനുമായി ഡെന്റിസ്റ്റിനെ കാണാൻ പോവുമെന്നും തിരിച്ചു വരുന്ന വഴി ജയിലിൽ കിടക്കുന്ന ഭർത്താവിനെ കാണാൻ കയറുമെന്നും ക്രിസ്റ്റീൻ ചെറിയ കുട്ടിയായതിനാൽ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു. ജാനറ്റ് ഇതെല്ലാം പറയുമ്പോൾ കേൾക്കാവുന്ന ദൂരത്തിൽ തന്നെ കാൽവിൻ ഹൂവർ ഉണ്ടായിരുന്നു എന്നും അവർ ഓർത്തെടുത്തു. കാൽവിൻ കുടുംബ സുഹൃത്തായതുകൊണ്ട് തന്നെ ക്രിസ്റ്റീനും അയാളെ നല്ല പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളൊന്ന് വിളിച്ചാൽ പേടി കൂടാതെ കാറിനകത്ത് കയറാനോ കൂടെ പോവാനോ ക്രിസ്റ്റീൻ തയ്യാറാവുമെന്നും ജാനറ്റ് പറഞ്ഞു. ഡെഡ് ബോഡി കണ്ടെത്തിയതിനു ശേഷം ക്രിസ്റ്റീന്റെ കുടുംബവുമായി അടുപ്പമുള്ളവരെ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്ത കൂട്ടത്തിൽ കാൽവിൻ ഹൂവറിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്തിരുന്നു. കൊലപാതകം നടന്ന ദിവസം താൻ വീട്ടിലുണ്ടായിരുന്നില്ല, എന്നാൽ കാൽവിൻ ഹൂവർ തന്റെ കുട്ടികളെ നോക്കാനായി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അവർ മൊഴി കൊടുത്തത്. ഇതോടെ ഭാര്യയുടെ മൊഴി വിശ്വാസത്തിലെടുത്ത പോലീസ് കാൽവിൻ ഹൂവറിനെ സംശയിക്കാൻ പോലും തയ്യാറായില്ല. അന്ന് കാൽവിൻ ഹൂവറിന് ചെറിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുട്ടികളെ ഉറക്കിക്കിടത്തിയതിനു ശേഷം കാൽവിന് ക്രിസ്റ്റീന്റെ വീട്ടിലെത്താനും ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഡെഡ് ബോഡി ഉപേക്ഷിച്ച് വീട്ടിലെത്താനും അയാൾക്ക് സാവകാശം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ കില്ലറിന്റെ DNA കൂടി മാച്ച് ആയതോടെ കാൽവിൻ ഹൂവർ തന്നെയാണ് കില്ലർ എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. എന്നാൽ ഈ കേസിൽ കാൽവിൻ ഹൂവറിനെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ ആർക്കും കഴിയില്ല. അസുഖബാധിതനായ കാൽവിൻ ഹൂവർ 2015 തന്നെ മരണപ്പെട്ടിരുന്നു. ചെയ്ത തെറ്റിന് കുറഞ്ഞ ശിക്ഷ പോലും അനുഭവിക്കാതെ വളരെ കാലം കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിച്ചതിനു ശേഷമാണ് അയാൾ മരണപ്പെട്ടത്. ഇതിനെല്ലാം കാരണമായത് എങ്ങനെയെങ്കിലും ആരെയെങ്കിലും പ്രതിയാക്കിയാൽ മതിയെന്നുള്ള അന്നത്തെ അന്വേഷണ സംഘത്തിന്റെ ചിന്താഗതിയാണ്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.